ഹലോ പ്രിയ പ്രേക്ഷകരെ, നിങ്ങളുടെ വീഡിയോ അബദ്ധവശാൽ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ വേണമെന്ന് വെച്ചിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് ഡിലീറ്റ് ചെയ്തു, പിന്നീട് അത് തിരിച്ചെടുക്കാൻ കഴിയുമോ? കഴിയും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് എങ്ങനെയാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നിങ്ങളുടെ വീഡിയോസ് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അത് തിരിച്ചെടുക്കുക എന്നുള്ളത്. ഇവിടെ ഒരേ ഒരു നിയമം മാത്രമേ ഉള്ളൂ. എന്താണ് ആ നിയമം? നിങ്ങളുടെ ആ വീഡിയോയുടെ URL നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. URL നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് വീഡിയോ ലിങ്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള വീഡിയോ ലിങ്ക് നിങ്ങൾ യൂട്യൂബ് സപ്പോർട്ടർമാരുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ ബന്ധപ്പെടുവാനുള്ള 3 ഓപ്ഷനുകൾ നമുക്ക് ട്വിറ്റർ വഴി ബന്ധപ്പെടാം, അതുപോലെ തന്നെ നമുക്ക് YT സ്റ്റുഡിയോ ഇതേനെ ബന്ധപ്പെടാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രോം ബ്രൗസർ വഴി നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ വേർഷൻ, ലാപ്ടോപ്പ് വേർഷൻ ക്രോം ബ്രൗസർ വഴി YT സ്റ്റുഡിയോയിൽ കയറിയാലും നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാം എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് അവരുമായി ബന്ധപ്പെടേണ്ടത് എന്നുള്ളത് ഞാനിവിടെ ഒന്ന് ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതായത് ഈ വീഡിയോസ് തിരിച്ചു കിട്ടണമെങ്കിൽ ആ വീഡിയോയുടെ URL നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. വീഡിയോ ലിങ്ക് എന്നാണ് പറയുന്നത്. വീഡിയോ ലിങ്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും. ഒരു വീഡിയോസ് ആണോ പോയത്, നിങ്ങൾ ഭയപ്പെടേണ്ട. അതല്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് 10 വീഡിയോസ് അബദ്ധവശാൽ നിങ്ങളുടെ കയ്യിൽ നിന്നും പോയി എന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ ഈ 10 വീഡിയോസിന്റെ ലിങ്കും നിങ്ങൾ യൂട്യൂബ് സപ്പോർട്ട് ടീമുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് ഇങ്ങനെ അബദ്ധവശാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഡിലീറ്റ് ആയിപ്പോയി, ആ വീഡിയോസ് എനിക്ക് വേണം, ഇതാണ് ആ വീഡിയോസിന്റെ ലിങ്ക് എന്ന് പറഞ്ഞയക്കുമ്പോൾ മാക്സിമം വീഡിയോസും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഈ ലിങ്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ലിങ്ക് പലപ്പോഴും വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്നവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാവും ഇത്തരം ലിങ്കുകളൊക്കെ കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ നമ്മുടെ വീഡിയോസ് ഏതെങ്കിലും ഒക്കെ നിങ്ങളത് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ എവിടേക്കാണ് ഈ ഒരു ഓപ്ഷൻ എന്നുള്ളത് ഞാൻ ലേറ്റ് ആയിട്ട് ഒന്ന് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ക്രോം ബ്രൗസർ വഴി YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിലായിട്ട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ബോർഡ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ തെളിഞ്ഞു വരും, ഹെൽപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ ഏറ്റവും അടിയിൽ കാണുന്ന കോൺടാക്ട് അസ് എന്ന് പറയുന്ന അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ തെളിഞ്ഞു വരും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ, നിങ്ങൾ ഐ ഹാവ് യൂട്യൂബ് ഇഷ്യൂ എന്ന എന്തെങ്കിലും ഒന്ന് പ്രോബ്ലംസ് അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ വീണ്ടും ഞെക്കുക. നെക്സ്റ്റ് ഇങ്ങനെ ഒരു 3 സ്റ്റെപ്പ് ഉണ്ട്. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പായി ഈ ഒദർ എന്ന് കാണുന്ന അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒദർ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഒരു സ്റ്റെപ്പും കൂടെ നെക്സ്റ്റ് എന്നടിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ഇതിങ്ങനെ കാണിക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും അടിയിൽ കാണുന്ന നെക്സ്റ്റ് വീണ്ടും ഞെക്കുക. ഇപ്പോൾ കണ്ടില്ലേ, 2 ഇതാണ് നിങ്ങൾക്ക് കാണുന്നത്. ഒന്ന് ചാറ്റ് ആയിട്ട് ഇമെയിൽ ത്രൂ ആയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ചാറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ നിങ്ങളുടെ വീഡിയോസിൻ്റെ ലിങ്ക് അല്ല ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ചാനലിൻ്റെ URL ചോദിക്കും. ബാക്കി 2 കാര്യങ്ങളൂടെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം അവരുടെ ഡേറ്റ്സും മറ്റു കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഈ സംഭവം ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ ഒരു ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ അവിടെ ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ഞെക്കി കഴിയുമ്പോൾ നേരെ നിങ്ങൾക്ക് യൂട്യൂബ് സപ്പോർട്ട് ടീമുമായി ചാറ്റ് ചെയ്യാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇത്രയും ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് സപ്പോർട്ട് ടീമുമായി നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നിങ്ങളുടെ URL ലിങ്ക് അയച്ചുകൊണ്ട് നിങ്ങൾ അവരോട് പറയുകയാണ്, എൻ്റെ വീഡിയോസ് നഷ്ടപ്പെട്ടു, ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്, അത് തിരിച്ചു തരിക എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു, 10 വീഡിയോസ് ആയാൽ പോലും അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മാക്സിമം വീഡിയോസും അവർ തിരിച്ചു തരാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. പുതിയൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതും നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.